ഹലോ. അപ്പം നമ്മുടെ വണ്ടിയുടെ എം സി കിറ്റ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താണ് എം സി കിറ്റ്, അതായത് മാസ്റ്റർ സിലിണ്ടർ കിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ സാധനമാണ് കേട്ടോ. ഈ ഒരു ബ്രേക്കിംഗ് സെറ്റപ്പിലാണ് എം സി കിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പോയാൽ എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ബ്രേക്ക് പിടിക്കും. സാധാരണ ഒരു ബ്രേക്കിൻ്റെ പ്ലേ വരേണ്ടത് ഇത്രയാണ്, പക്ഷേ ഇത് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്, പിടിച്ചുകൊണ്ടിരിക്കുന്നവർ വരണണ്ട, ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു റണ്ണിങ്ങിൽ നമുക്കിത് ഒരു ഇറക്കമൊക്കെ ആണെങ്കിൽ നമുക്ക് ബ്രേക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഒരു ഹാർഡ് ബ്രേക്കിംഗ് ആണെങ്കിൽ പോലും പിടിച്ചു കഴിഞ്ഞാൽ അപ്പം കിട്ടും, എന്നിട്ട് പിന്നെ ഇതാ ഇതുപോലെ ക്ലച്ച് പോലെ ആവും. കാണത്തണ്ട, ക്ലച്ച് പോലെ നമ്മുടെ ആ ഒരു ലിവറിൽ വന്ന് മുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വിട്ടിട്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കിട്ടും കണ്ട. പമ്പ് ചെയ്താണ് ഞാനിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മാറാറായിട്ടുണ്ട്. നമ്മൾ അർജൻറ്റായിട്ട് പെട്ടെന്ന് കുത്തി പിടിച്ചാലും ഈ സാധനം ചില സമയത്ത് ഇങ്ങനെ വന്ന് നിന്നിട്ട് ഒറ്റ ഇറക്കത്തിന് അങ്ങ് ഇറങ്ങിക്കളയും. അത് എപ്പോഴും ഇങ്ങനെ കിട്ടണമെന്ന് പോലും പറയാൻ പറ്റില്ല. അത് എം സി കിറ്റ് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ റിസ്ക്കാണ് കേട്ടോ. അത് നിങ്ങൾ അധികം ഇട്ട് ഓടിക്കാതെ പെട്ടെന്ന് തന്നെ മാറുക. ഇവിടെ ഒരു ചെറിയൊരു റബ്ബർ ബുഷ് പോലത്തെ ഒരു സാധനമുണ്ട്. ഈ സാധനം പോയിട്ട് ഇതിവിടെ എയർ കയറും. അങ്ങനെയാണ് ഈ സാധനം സംഭവിക്കുന്നത്. ഇവിടെ ഒരു സീല് പോലെ ഒരു റബ്ബർ സീലുണ്ട്. ഈ സാധനം ഡാമേജ് ആവും. കണ്ടോ, ഇവിടെ കയറിയിരിപ്പുണ്ട്. ഈ സുനാപ്പി ഡാമേജ് ആവും. ഡാമേജ് ആയി കഴിഞ്ഞാലാണ് പിന്നെ നമുക്ക് ബ്രേക്ക് കിട്ടാത്തത്. അതായത് എയർ കയറും. ഈ ഹൈഡ്രോളിക് ഓയിലല്ലേ ഇത് പമ്പ് ചെയ്ത് വിടുന്നത്. ഹൈഡ്രോളിക് ഓയില ബ്രേക്ക് ഫ്ലൂയിഡ്, അതായത് ഹൈഡ്രോളിക്കിൻ്റെ സെറ്റപ്പാണ് ഈ സംഭവം പ്രവർത്തിക്കുന്നത്, ബ്രേക്ക്. അപ്പോൾ ആ ഫ്ലൂയിഡിലോട്ട് എയർ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറക്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതിങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് പിടിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിട്ടും. പിന്നെ 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 അതിങ്ങനെ ഇറങ്ങി 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 കാണാൻ പറ്റും, നീങ്ങി 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 അതിങ്ങി അറ്റം വരെ വന്ന് ലിവറിൽ വന്ന് തട്ടും. കണ്ട 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 പഴം പോലെ നമുക്ക് ബ്രേക്കിൻ്റെ ഇത് പോണതാണ്. പിന്നെ നമുക്ക് വിട്ടിട്ട് പമ്പ് ചെയ്ത് പിടിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കിട്ടും. അപ്പം അതും ഒരു പണിയായിട്ടുണ്ട്. വണ്ടിയുടെ പൊല്യൂഷനും തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉടനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എം സി കിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റർ സിലിണ്ടർ കിറ്റ് ഈ സാധനമാണ്. ഈ സാധനം പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്കും ബ്രേക്ക് ഇങ്ങനെ ക്ലച്ച് പോലെ നമുക്ക് ഫീൽ ചെയ്യും, ഇറങ്ങി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം, ഈ ഒരു എം സി കിറ്റിൻ്റെ റബ്ബർ ബുഷ് മാറി കൊടുത്താൽ മതി. സാധനം എത്ര രൂപയാവും? 350-400 രൂപയ്ക്കകത്ത് കണ്ടൽ ഉൾപ്പെടെ തീരുമെന്നാണ് പണി എനിക്ക് തോന്നുന്നത്. ഇത് ഞാൻ 2 വട്ടം മാറ്റിയിട്ടുണ്ട് കേട്ടോ. 2 വട്ടം ഒരു വട്ടം മാറ്റി. അതായത് വണ്ടി എടുത്തതിന് ശേഷം ഒരു പ്രാവശ്യം പോയി, ഇപ്പോൾ രണ്ടാമത്തെ വട്ടം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് എം സി കിറ്റ് പോയി എന്ന് പറയുന്നത്. ഇത് ഇട്ട് അധികം ഓടിക്കാതിരിക്കുക, എത്രയും പെട്ടെന്ന് തന്നെ മാറി കൊടുക്കുക. ഞാനും ഉടനെ മാറും, നാളെ തന്നെ മാറും. കുറച്ച് പണിയുണ്ട് വണ്ടിയുടെ. അതായത് എം സി കിറ്റ് പോയിട്ടുണ്ട്, കോണുമ്പാൾ മാറി മാറി ഞാൻ മടുത്ത്. കോണുമ്പാളും പോയിട്ടുണ്ട്. പിന്നെന്താ പറയുക, പിന്നെ ഒരു നമ്മുടെ കൂളൻറ്റിൻ്റെ ഓയിൽ മാറണം. അതും കുറേ നാളായി കൂളൻ്റ് ഓയിൽ മാറിയിട്ട്. കൂളൻറ്റിൻ്റെ ഓയിൽ മാറണം. പിന്നെ നമ്മൾ ആ ഒരു വാട്ടർ സീൽ പമ്പ് ഉണ്ടല്ലോ, ആ ഒരു വാട്ടർ സീലല്ലേ, കൂളൻറ്റിൻ്റെ ഒരു വാട്ടർ സീലുണ്ട്, എഞ്ചിനുമായിട്ട് കണക്ട് ആണ്. ഇല്ലെങ്കിൽ എഞ്ചിൻ ഓയിലും കൂളൻറ്റുമായിട്ട് ചിലപ്പം മിക്സ് ആയി പോകും. അപ്പോൾ വണ്ടി ഇപ്പോൾ 66,000 എന്തോ കിലോമീറ്റർ ആയി. അപ്പോൾ എന്തായാലും റിസ്ക് എടുക്കേണ്ടതെന്ന് വിചാരിച്ച് മാറി കൊടുക്കാമെന്ന് വിചാരിച്ച്. കുറേ നാളായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രേക്ക് ഫ്ലൂയിഡും ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ബ്രേക്ക് ബ്ലീഡ് ചെയ്തിട്ട് ബ്രേക്ക് ഫ്ലൂയിഡും എം സി കിറ്റ് മാറി കൊടുക്കാം. പിന്നെ നമ്മൾ ആ ഒരു സീലും മാറണം. പിന്നെന്താ, കോണമ്പാളം മാറണോ വേണ്ടതെന്ന് തീരുമാനിച്ചിട്ടില്ല. മാറി മാറി ഊപ്പാട് വന്നതുകൊണ്ട് മാറാൻ തോന്നുന്നില്ല. ടയർ കണ്ട് മുട്ടായി തുടങ്ങി. അപ്പോൾ അടുത്ത ടയർ മാറുന്ന സമയത്ത് കോണമ്പാളം മാറി കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും എം സി കിറ്റ് മാറണം, പൊല്യൂഷൻ എടുക്കണം, പിന്നെ ആ ഒരു സീല് മാറണം. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്തൊക്കെ പറയുക, അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇനിയും പണിയുണ്ട്. സീറ്റ് കണ്ട് കീറിയിട്ടുണ്ട്. സീറ്റ് കണ്ടേ, പൂച്ചസാറിൻ്റെ പരിപാടിയാണ് ഇത്. നോർമലായിട്ട് ഇരുന്നിരുന്ന് പോയതാണ്, വെയിലടിച്ച്. ഇത് പൂച്ചസാറിൻ്റെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സീറ്റ് അവരുടെ മാറിയിട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് അല്ലറ പരിപാടിയുണ്ട്. അപ്പം വണ്ടിയുടെ എം സി കിറ്റിൻ്റെ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത പിടി കാണാം. ടാറ്റ.